വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾക്ക് കുറവില്ല. കൂടുതൽ സീറ്റ് ആവശ്യവുമായി ഘടകകക്ഷികൾ പാർട്ടി ഭേദമന്യേ രംഗത്തുണ്ട്. അഭ്യൂഹങ്ങൾക്കപ്പുറത്തേക്ക് BJP-യിൽ തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെക്കുറെ ധാരണയായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഇലക്ഷൻ രംഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാകും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ധാരണയായി എന്നാണ് വിവരം. ഒപ്പം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് കേരളത്തിൽ എത്തുക കൂടി ചെയ്തപ്പോൾ BJP തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൂടുതൽ സജീവമായി. ഈ റിപ്പോർട്ടുകളും തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള മറ്റു ചില റിപ്പോർട്ടുകളുമാണ് ഇന്ന് ഇലക്ഷൻ ഗേറ്റ് പരിശോധിക്കുന്നത്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ അമിത്ഷാ കേരളത്തിൽ. പാലക്കാട്ട് സംസ്ഥാന ഭാരവാഹികളുമായി ചർച്ച. BJP-ക്ക് അവസരം നൽകിയാൽ കേരളത്തെ നമ്പർ 1 സംസ്ഥാനമാക്കുമെന്ന് അമിത്ഷായുടെ വാഗ്ദാനം. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വിശ്വാസികളെ വഞ്ചിച്ചെന്നും BJP ദേശീയ അധ്യക്ഷൻ. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിയായേക്കും. സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് നൽകിയ നിർദ്ദേശത്തിൽ ഒറ്റ പേർ മാത്രം. കുമ്മനത്തിന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാൻ RSS നിർദ്ദേശം. കേരള കോൺഗ്രസിലെ തർക്കം ആഭ്യന്തരകാര്യമെന്ന് KPCC അധ്യക്ഷൻ. തർക്കം കോൺഗ്രസിനെ ബാധിക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വനിതകൾക്ക് കൂടുതൽ സീറ്റ് നൽകണമെന്ന ആവശ്യവുമായി മഹിളാ കോൺഗ്രസ്. ജയസാധ്യതയുള്ള 3 സീറ്റെങ്കിലും ആവശ്യപ്പെടുമെന്ന് ലതിക സുഭാഷ്. രാജ്യത്തെ ഗ്ലാമർ മണ്ഡലമായി വാരാണസി. BJP-യെ നേരിടാൻ വിശാല സഖ്യം. ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങി പ്രയാഗ്രാജ്. ഉത്തർപ്രദേശിൽ അപ്നാദൾ NDA സഖ്യം വിടുന്നു. ആദ്യം ഇലക്ഷൻ ലീഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പാലക്കാട്ടെത്തി. BJP സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ അമിത്ഷാ പങ്കെടുത്തു. BJP-ക്ക് അവസരം നൽകിയാൽ കേരളത്തെ നമ്പർ 1 സംസ്ഥാനമാക്കാമെന്ന് അമിത്ഷാ പറഞ്ഞു. സുപ്രീംകോടതി വിധി ഒരു മതത്തിന് മാത്രമാണോ ബാധകമെന്നും അമിത്ഷാ പാലക്കാട്ട് ചോദിച്ചു. मैं कम्युनिस्ट सरकार को चेताने आया हूं कि केरल की जनता आपकी सरकार की ईंट से ईंट बजा देगी. सबरीमाला के श्रद्धालुओं के साथ आप खिलवाड़ मत करो. मैं आज वो सभी कार्यकर्ताओं का स्मरण कर उनकी आत्मा को इतना विश्वास दिलाना चाहता हूं कि इस बार नरेंद्र मोदी जी जब प्रधानमंत्री बनने जा रहे हैं, एक केरल की धरती पर से ढेर सारे कमल के पुष्प हम नरेंद्र मोदी जी के समर्थन में दिल्ली भेज कर रहे हैं. सुप्रीम कोर्ट का एक जजमेंट है कि मस्जिदों पर लाउड स्पीकर नहीं बजा सकते. कितनी मस्जिदों के लाउड स्पीकर आपने उतारे हैं, इसका हिसाब जरा केरल की जनता को दीजिए. सुप्रीम कोर्ट का जजमेंट एक ही समुदाय के लिए होता है क्या? सुप्रीम कोर्ट का जजमेंट सिर्फ एक समुदाय के श्रद्धालुओं के लिए होता है. अगर ये सरकार लो ओबीडियंट सरकार है, सुप्रीम कोर्ट के जजमेंट के लिए कुछ भी करने को तैयार है, तो बाकी के सुप्रीम कोर्ट के जजमेंट का इम्प्लीमेंटेशन क्यों नहीं हो रहा है? ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങളാണ് അമിത്ഷായുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ഈ വിഷയം തന്നെയായിരിക്കും BJP തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമാക്കുക എന്നത് ഒരിക്കൽ കൂടി ഉറപ്പിക്കാമോ ഇന്നത്തെ അമിത്ഷായുടെ പ്രസംഗത്തിൽ നിന്നും? തീർച്ചയായും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP-യുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയം ശബരിമല തന്നെയായിരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നൽകുന്നത്. ഇന്ന് പാലക്കാട് BJP-യുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അമിത്ഷാ പ്രധാനമായും ഇന്ന് ഊന്നിയ വിഷയങ്ങൾ ശബരിമല തന്നെയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസികളെ വഞ്ചിച്ചു എന്നാണ് പ്രധാനമായും അമിത്ഷാ ഉന്നയിച്ച ആരോപണം. 30,000-ത്തിലധികം വിശ്വാസികളെ കള്ളക്കേസിൽ കൊടുക്കുന്ന സ്ഥിതിയുമുണ്ടായി. മാത്രവുമല്ല, മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. എന്നാൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായത് എന്നൊരു ആരോപണവും
അമിത്ഷാ ഉന്നയിക്കുന്നുണ്ട്. ശബരിമലയിൽ പോലീസ് വേഷത്തിൽ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ നിയോഗിച്ചു. മാത്രവുമല്ല, കേരളത്തിലെ നിരീശ്വരവാദി സർക്കാരിനെ പിഴുതെറിയണം എന്നൊരു ആഹ്വാനവും അമിത്ഷാ നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ മുഖ്യ വിഷയം ശബരിമല തന്നെയായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ദേശീയ തലത്തിലെ വിഷയങ്ങളും പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. പ്രധാനമായും മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിന് പിന്നാലെ അദ്ദേഹം മഹാസഖ്യത്തിനെതിരെയും അദ്ദേഹം പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. മഹാസഖ്യം അഴിമതിക്കാരുടെ കൂട്ടുകെട്ടാണ്. അധികാരത്തിനു വേണ്ടി അഴിമതിക്കാരെല്ലാം ചേർന്നുണ്ടായ ഒരു കൂട്ടുകെട്ടാണ് മഹാസഖ്യം. അതിന് കൃത്യമായ നേതാവില്ല തുടങ്ങിയ പരാമർശങ്ങളും അമിത്ഷാ ഇന്ന് നടത്തുകയുണ്ടായി. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് അമിത്ഷാ കേരളത്തിലെത്തിയത്, പാലക്കാട്ട് എത്തിയത്. അദ്ദേഹം 20 ലോക്സഭാ മണ്ഡലങ്ങളെയും BJPയുടെ ഭാരവാഹികളുമായുള്ള യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളുടെ യോഗത്തിലാണ്, പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇന്ന് ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുക. ഇതിനു മുന്നോടിയായി രാവിലെ സംസ്ഥാന നേതൃയോഗവും ചേർന്നിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലും ചർച്ചയായത്. ഇപ്പോൾ പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭാരവാഹികളുടെ യോഗത്തിന് ശേഷമായിരിക്കും ഇന്ന് അമിത്ഷാ ഇവിടെ നിന്ന് മടങ്ങുക. അർജുൻ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന രീതിയിൽ ഒരവസരം നൽകിയാൽ BJP കേരളത്തെ നമ്പർ 1 സംസ്ഥാനമാക്കുമെന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ UDFും LDFും ഭായിമാരെ പോലെ ഉള്ള കൂട്ടുകെട്ടാണ്. കേന്ദ്രത്തിൽ പലതവണ UPAക്ക് അവസരം നൽകി, എന്നിട്ട് അവർ കേരളത്തിന് എന്തു നൽകി? എന്നാൽ NDA സർക്കാർ ഒരു MP പോലും കേരളത്തിൽ നിന്നില്ലാഞ്ഞിട്ട് പോലും NDA സർക്കാർ UPA സർക്കാരിനേക്കാൾ അധികം സഹായങ്ങൾ നൽകി. എന്തു തന്നെയായാലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ MPമാരെ കേരളത്തിൽ നിന്ന് അയച്ചാൽ, മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ഒരു അവസരം ലഭിച്ചാൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കും. മാത്രവുമല്ല, കൂടുതൽ MPമാരെ അയക്കുകയാണെങ്കിൽ കേരളത്തിന് കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പാലക്കാട്ട് നടത്തിയ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ. ശബരിമല വിഷയം തന്നെയായിരിക്കും BJPയുടെ മുഖ്യ പ്രചരണായുധം എന്ന സൂചന ഒരിക്കൽ കൂടി ബലപ്പെടുത്തുകയാണ് അമിത്ഷാ. BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥകളിലേക്കും കടക്കുകയാണ്. 4 ജനറൽ സെക്രട്ടറിമാർ നയിക്കുന്ന മേഖലാ ജാഥകൾക്ക് മാർച്ച് 5-ന് തുടക്കമാകും. ദേശീയ നേതാക്കൾ കൂടുതലായി അടുത്ത മാസം കേരളത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഉൾപാർട്ടി പ്രശ്നവും സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളും അവസാനിച്ചിട്ടില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് BJP. പാലക്കാട് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ധാരണയായത്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിവർത്തന യാത്രയ്ക്ക് യഥാക്രമം കെ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവർ നേതൃത്വം നൽകും. ശബരിമലയും കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ജാഥ. ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ച് മാർച്ച് 2-ന് ബൈക്ക് റാലിയും സംഘടിപ്പിക്കും. ഈ 4 ജനറൽ സെക്രട്ടറിമാർ നേതൃത്വം കൊടുക്കുന്ന യാത്ര എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഓരോ ദിവസം വീതം യാത്ര ചെയ്തുകൊണ്ട് 10-ാം തീയതി അത് അവസാനിക്കും. മാർച്ച് 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആ പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതാക്കളെ ഇറക്കിയാണ് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടം. രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, സദാനന്ദ ഗൌഡ എന്നീ നേതാക്കൾ അടുത്ത മാസം സംസ്ഥാനത്തെത്തും. ഇതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാകും. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നാണ് സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നത്. 24 പാലക്കാട്. BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരന്റെ മിസോറാം ഗവർണർ സ്ഥാനത്തേക്കുള്ള പോക്ക് തെല്ല് അപ്രതീക്ഷിതമായിരുന്നു. 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജനപിന്തുണയുള്ള നേതാവ് എന്ന നിലയിൽ തലസ്ഥാനത്ത് മറ്റൊരു പേര് ഇപ്പോൾ BJPയുടെ പക്കലില്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. പല പേരുകളും തുടക്കത്തിൽ ഉയർന്നു കേട്ടിരുന്നു. മോഹൻലാൽ, സുരേഷ് ഗോപി, കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി സംസ്ഥാന നേതൃത്വം കുമ്മനം രാജശേഖരന്റെ പേര് തെരഞ്ഞെടുക്കുകയും അത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. കുമ്മനം രാജശേഖരന്റെ പേര് മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിൽ ഉള്ളത്. കുമ്മനത്തിന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാൻ RSSന്റെ നിർദ്ദേശം കൂടി ലഭിച്ചിരിക്കുകയാണ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീധരൻപിള്ള തുടങ്ങി
പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും ഒടുവിൽ നറുക്കുവീണത് കുമ്മനം രാജശേഖരന്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനത്തെ സ്ഥാനാർത്ഥിയായി വേണമെന്ന സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. BJP ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ കുമ്മനം ഗവർണർ സ്ഥാനമൊഴിയും. കുമ്മനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം മാർച്ച് 4-ന് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത കുമ്മനം രാജശേഖരനും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഭാരവാഹി യോഗത്തിലും മറ്റു പേരുകളൊന്നും തന്നെ ഉയർന്നു വന്നില്ല. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുമ്മനം മതിയെന്ന ജില്ലാ കമ്മിറ്റി നിലപാടെടുത്തു. അതേസമയം കുമ്മനം രാജശേഖരന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാൻ RSS നേതൃത്വവും താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എന്തായാലും ശക്തമായ ത്രികോണ മത്സരമായിരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. നിലവിലെ MP കോൺഗ്രസിലെ ശശി തരൂർ മണ്ഡലം നിലനിർത്താൻ കച്ചകെട്ടുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവനാഴിയിലെ സകല ആയുധങ്ങളും പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണിയും ഒപ്പം BJPയും. മണ്ഡലത്തിൽ ഹാട്രിക് ജയം തികയ്ക്കാൻ ഒരുങ്ങുന്ന ശശി തരൂരിന് ഇത്തവണ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. തരൂരിനൊത്ത സ്ഥാനാർത്ഥി നിർത്താൻ ഇടതുമുന്നണിയും BJPയും ഒരുങ്ങിക്കഴിഞ്ഞു. മുന്നണിയിൽ CPIയുടെ സീറ്റായ തിരുവനന്തപുരത്ത് അവരുടെ ദേശീയ നേതാവായ ആനി രാജയെ രംഗത്തിറക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പേര് ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. എന്നാൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന നിലപാടിലാണ് കാനം. മുന്നണിയിലെ ജനതാദൾ സെക്യുലർ നീലൽ ലോഹിതദാസൻ നാടാരെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും CPIക്ക് യോജിപ്പില്ല. അതേസമയം മിസോറാം ഗവർണറായി പോയ കുമ്മനം രാജശേഖരനെ രംഗത്തിറക്കാൻ BJP ഏതാണ്ട് ഉറപ്പിച്ചതായാണ് വാർത്തകൾ. കുമ്മനം മത്സരരംഗത്ത് വരുന്നതോടെ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും മണ്ഡലത്തിൽ ഇറങ്ങിയിറുക. 2014 15470 വോട്ടുകളുടെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലാണ് BJPയുടെ O രാജഗോപാലിനെ തരൂർ മറികടന്നത്. തരൂരിന് 2,97,806 വോട്ടുകൾ ലഭിച്ചപ്പോൾ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച O രാജഗോപാൽ 2,82,336 വോട്ടുകൾ നേടി. CPIയുടെ ബെനറ്റ് എബ്രഹാം 2,48,941 വോട്ടുകളുമായി 3-ാം സ്ഥാനത്തായി. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ബെനറ്റ് എബ്രഹാമിന്റേത് പേയ്മെന്റ് സീറ്റാണെന്ന വിവാദം കൂടി ഉയർന്നതോടെ CPIയുടെ ക്ഷീണം ഇരട്ടിയായി. അതുകൊണ്ടുതന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണ്. BJP ആകട്ടെ ശബരിമല വിഷയം പരമാവധി വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ശക്തനായ സ്ഥാനാർത്ഥിയായ കുമ്മനത്തിലൂടെ ജയിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. സാഹചര്യം ഇതായിരിക്കെ ഇത്തവണ ജയിച്ചു കയറാൻ ശശി തരൂരിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഇലക്ഷൻ ഡെസ്ക് 24. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് BJP ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ജിം കോർബറ്റ് ഒരു വീഡിയോ ഷൂട്ടിൽ ഏർപ്പെട്ടിരുന്ന മോദിയെ വിമർശിച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തിയതെങ്കിൽ ഇന്ന് വീണ്ടും നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം മോദി ഉത്തരാഖണ്ഡിലെ BJP പ്രവർത്തകരെ മൊബൈലിലൂടെ അഭിസംബോധന ചെയ്യുന്ന ദൂരദർശൻ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. 14-ാം തീയതി വൈകിട്ട് 5:10 മോദി BJP റാലിയെ അഭിസംബോധന ചെയ്തുവെന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. പുൽവാമയിൽ ആക്രമണം നടന്നത് പ്രധാനമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അറിഞ്ഞില്ല എന്നാണ് മറുപടിയെങ്കിൽ സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. പുൽവാമയിൽ ഭീകരർ ചാവേറാക്രമണം നടത്തിയ വാർത്ത പുറത്തു വന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ വീഡിയോ ചിത്രീകരണത്തിന്റെ തിരക്കിലായിരുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ കൂടുതൽ വിമർശനങ്ങളുമായി കോൺഗ്രസ് വീണ്ടും രംഗത്തു വന്നു. ആക്രമണം നടന്ന് 2 മണിക്കൂറുകൾക്ക് ശേഷം ഉത്തരാഖണ്ഡിലെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി 2 നിമിഷത്തെ ദുഃഖാചരണത്തിന് പോലും നിർദ്ദേശിച്ചില്ല. പുൽവാമ സംഭവം നടന്ന ശേഷം 3:10 മുതൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ദേശസുരക്ഷ സംബന്ധിച്ച സ്വന്തം വീഴ്ച മറക്കാനുള്ള ശ്രമം രാജ്യം ചോദ്യം ചെയ്യുമെന്നും ചോദ്യങ്ങൾക്കുള്ള മറുപടി രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് പറഞ്ഞു. ആക്രമണം നടന്നതിന് ശേഷവും മുൻകൂട്ടി നിശ്ചയിച്ച മുഴുവൻ പരിപാടികളിലും നരേന്ദ്രമോദി പങ്കെടുത്തു. ആക്രമണത്തെക്കുറിച്ച് ബോധപൂർവം മൗനം പാലിച്ചു തുടങ്ങിയ ആരോപണങ്ങളും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. 24, ഡൽഹി. കൂടുതൽ സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ച് PJ ജോസഫ് രംഗത്ത് വന്നത് കേരള കോൺഗ്രസിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് കേരള കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം മാത്രമാണെന്നും അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഒപ്പം ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളതെന്ന് ഒരിക്കൽ കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവർത്തിച്ചു. മത്സരിക്കണമെന്ന് പക്ഷേ ഹൈക്കമാൻഡ് നിർബന്ധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ കഴിഞ്ഞിട്ട് അത് കോൺഗ്രസിൻ്റെ
ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ കക്ഷിയുടെ സുഗമമായ ഒരു യാത്രയ്ക്കോ തടസ്സമായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കൂടുതൽ സീറ്റ് എന്ന ആവശ്യം കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും UDF-ൽ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് കൂടുതൽ സീറ്റ് നൽകണമെന്ന ആവശ്യവുമായി മഹിളാ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. ജയസാധ്യതയുള്ള 3 സീറ്റുകളെങ്കിലും ആവശ്യപ്പെടുമെന്നാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് പറഞ്ഞത്. പതിറ്റാണ്ടുകൾ പ്രവർത്തന പരിചയമുള്ള വനിതകൾ പാർട്ടിയിലുണ്ടെന്നും നേതൃത്വം ഇവരെ പാർലമെന്റ് രംഗത്ത് എത്തിക്കാൻ തയ്യാറാകണമെന്നും ലതിക സുഭാഷ് കോട്ടയത്ത് പറഞ്ഞു. മഹിളകൾക്ക് സീറ്റ് നൽകേണ്ടി വരുമ്പോൾ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകി മാറ്റി നിർത്തുന്ന പതിവ് ഇക്കുറി ആവർത്തിക്കരുതെന്നും വിജയിക്കാൻ കഴിയുന്ന 3 സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ഏറെ അനുഭവ സമ്പത്തുള്ള വനിതാ പ്രവർത്തകർ പാർട്ടിയിലുണ്ടെന്നും ഇവരെ പാർലമെന്ററി രംഗത്തേക്ക് എത്തിക്കാൻ നേതൃത്വം ഇടപെടണമെന്നുമാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുടെ ആവശ്യം. 3 സീറ്റിലെങ്കിലും വനിതകൾക്ക് മത്സരിക്കാൻ അവസരം തരണമെന്നും ആ മത്സരിക്കുന്ന സീറ്റുകൾ വിജയസാധ്യത ഉള്ള സീറ്റുകൾ ഉൾപ്പെടെ അതിലുണ്ടാവണമെന്നും മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ സീറ്റ് മാത്രമാണ് മഹിളകൾക്കായി മാറ്റിവെച്ചത്. ഇക്കുറി ഏതെല്ലാം സീറ്റ് ആവശ്യപ്പെടുമെന്ന ചോദ്യത്തോട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പ്രതികരിച്ചില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വനിതകൾക്കും യുവാക്കൾക്കും പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സീറ്റ് ആവശ്യം ശക്തമാക്കാനാണ് മഹിളാ കോൺഗ്രസിന്റെ നീക്കം. CG ദിൽജിത്ത്, 24 കോട്ടയം. ഇനി ഇലക്ഷൻ ട്രെൻഡ്. രാജ്യത്ത് തന്നെ ഏറ്റവും സ്റ്റാർ മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ വാരാണസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കാനാണ് പ്രതിപക്ഷ സഖ്യ തീരുമാനം. കോൺഗ്രസ് കൂടി പിന്തുണ പ്രഖ്യാപിച്ചാൽ ശക്തമായ മത്സരം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വാരാണസിയിൽ നിന്ന് സവാദ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമെന്നാണ് കാശി എന്നും ബനാറസ് എന്നും വിളിക്കപ്പെടുന്ന വാരണാസി അറിയപ്പെടുന്നത്. ഹിന്ദു ജൈന മതവിശ്വാസപ്രകാരമുള്ള 7 പുണ്യനഗരങ്ങളിലൊന്നാണ് പുരാതന നഗരമായ വാരണാസി. വാരണാസിയുടെ സാംസ്കാരിക ആധ്യാത്മിക ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിൽ വാരണാസിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില അപൂർവകതകളുണ്ട്. മണ്ഡലത്തിലെ കോൺഗ്രസ് ആധിപത്യത്തിന് ആദ്യം വിള്ളലേൽപ്പിക്കുന്നത് 1967 CPIM സ്ഥാനാർത്ഥിയായ സത്യനാരായണ സിംഗ് ആയിരുന്നു. രാമജന്മഭൂമി മൂവ്മെൻറ്റിന് ശേഷം ഒരു തവണ മാത്രമേ മണ്ഡലത്തിൽ BJP തോറ്റിട്ടുള്ളൂ. 2004. 2009 മുരളി മനോഹർ ജോഷിയിലൂടെ മണ്ഡലം BJP തിരിച്ചുപിടിച്ചപ്പോഴും ഭൂരിപക്ഷം നന്നേ കുറവായിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദി എത്തിയതോടെ കഥയാകെ മാറി. 3,71,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്നത്തെ പുത്തൻ താരോദയമായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദി പരാജയപ്പെടുത്തിയത്. 5 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പെത്തുമ്പോൾ വാരണാസിയിലെ അപ്രമാദിത്യം നരേന്ദ്രമോദി അരക്കിട്ടുറപ്പിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ജനകീയതയും ഒപ്പം മണ്ഡലത്തിൽ കാഴ്ചവെച്ച വികസനവുമാണ് പ്രധാനമന്ത്രിയുടെ ഈ അപ്രമാദിത്വത്തിന് കാരണമായി അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത്. अभी आपने देखा 2017 के विधानसभा चुनाव में तीनों सीटें जितनी सीट थी सभी अगल बगल को मिलाकर सारी सीटें भारतीय जनता पार्टी के खाते में गई हैं विधानसभा की। मोदी जी जीत रहे हैं, उससे पहले भी भारतीय जनता पार्टी शंकर प्रसाद जायसवाल और लगातार माने हमारे सांसद यहाँ रहते आए हैं, तो भारतीय जनता पार्टी के लिए यहाँ कोई भी दल चुनौती नहीं है. അതേസമയം മണ്ഡലത്തിലുണ്ടായി എന്ന് അവകാശപ്പെടുന്ന വികസനമെല്ലാം പുറമോടി മാത്രമാണെന്ന് അടിസ്ഥാനപരമായി കഴിഞ്ഞ 5 വർഷം ബനാറസിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന വിമർശവും ഉയർത്തപ്പെടുന്നുണ്ട്. लेकिन जो सरकार के प्रचार तंत्र हैं वो इस तरीके से प्रचार कर रहे हैं कि इन्होंने बहुत विकास किया है और निश्चित रूप से सपा और बसपा के कार्यकर्ता RLD को साथ लेकर के भारतीय जनता पार्टी को दहाई की संख्या से भी रोकने का पूरा प्रयास करेंगे. 2014 ഇത്തവണ കാര്യങ്ങൾ. ഇത്തവണ SP-BSP സഖ്യമായിരിക്കും മോദിയെ വെല്ലുവിളിക്കാനുണ്ടാവുക. ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളൊന്നും ചിത്രത്തിലുമില്ല. മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നോക്ക സമുദായങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് എന്നതാണ്.
രണ്ടാമത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് മുസ്ലിം വോട്ടർമാർക്കാണ്. 2.5 ലക്ഷത്തോളം വരുന്ന മുസ്ലിം വോട്ടുകളുണ്ട് മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ ചിതറിപ്പോയ ഈ വോട്ടുകൾ ഇത്തവണ SP-BSP സഖ്യത്തിൽ ഒന്നിക്കപ്പെടും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. कोई भी प्रधानमंत्री होगा जहाँ होगा वो कुछ पैसा लगाएगा, काम करेगा, लेकिन जितना काम करता नहीं है उससे अधिक प्रचार करता है. बिना भाषण दिए तो अगर शौचालय का उद्घाटन करने जाएगा तो भाषण जरूर देगा. ഇതോടൊപ്പം SP-BSP സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണെങ്കിൽ വെല്ലുവിളി അല്പം കൂടി കനത്തതാകും നരേന്ദ്രമോദിക്ക് ഇത്തവണ വാരണാസിയിലെന്ന വിലയിരുത്തലുമുണ്ട്. പക്ഷേ അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി ഇലക്ഷൻ പിച്ച്. ഇലക്ഷൻ പിച്ച് എന്ന് പോകുന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സംസ്ഥാനത്തേക്കാണ് നാഗാലാൻഡ്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും തീർത്തും വ്യത്യസ്തമാണ്. BJP സഖ്യകക്ഷിയായ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് അലയൻസും BJP സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം. നാഗാ സമാധാന കരാറും പൗരത്വ ഭേദഗതി ബില്ലുമാകും നാഗാലാൻഡിലെ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ. ഏതൊരു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും പോലെ വ്യത്യസ്തമായ സംസ്കാരമുള്ള, വ്യത്യസ്തമായ ആചാരങ്ങളുള്ള, വ്യത്യസ്ത രാഷ്ട്രീയമുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. നിരവധി പ്രാദേശിക പാർട്ടികൾ സജീവമാണെങ്കിലും എന്നും ദേശീയ രാഷ്ട്രീയത്തോടും ദേശീയ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് നാഗാലാൻഡ്. നാഗാ പ്രക്ഷോഭം ഉൾപ്പെടെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി സാക്ഷ്യം വഹിച്ചിട്ടുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. 85% ക്രിസ്ത്യൻ ജനവിഭാഗം താമസിക്കുന്നുണ്ട് നാഗാലാൻഡിൽ. നാഗാലാൻഡിലെ പ്രധാന ജനസംഖ്യ ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്നവരുമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാഗാലാൻഡിലാകെയുള്ളത് കേവലം ഒരു സീറ്റാണെങ്കിലും നാഗാലാൻഡിലെ രാഷ്ട്രീയ സാഹചര്യം പ്രവചനാതീതമാണ്. ആദ്യം കോൺഗ്രസ് ഭരണത്തിലും ശേഷം നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടിന്റെ ഭരണത്തിലും അതിനുശേഷം കേവലം 2 മാസം മാത്രം പ്രായമുള്ള നാഷണൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് അലയൻസ് എന്ന പാർട്ടിയുടെ ഭരണത്തിലും കഴിഞ്ഞ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗാലാൻഡിലെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ വിലയിരുത്തുന്നതിന് മുമ്പ് നിലവിലെ മുഖ്യമന്ത്രിയായ നെയ്ഫു റിയോയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന നെയ്ഫു റിയോ കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടിൽ ചേർന്ന് മുഖ്യമന്ത്രിയാകുന്നു. ശേഷം 2014 ദേശീയ രാഷ്ട്രീയ സ്വപ്നങ്ങളുമായി നാഗാലാൻഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്നു. ശേഷം നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തതിനെ തുടർന്ന് നാഗാലാൻഡ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ച് BJPയുമായി സഖ്യം ചേർന്ന് കേവലം 2 മാസം പ്രായമുള്ള പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നു. നെയ്ഫു റിയോ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ചരിത്രം തന്നെയാണ് സമീപകാല നാഗാലാൻഡ് രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആകെയുള്ള ഒരു സീറ്റ് വിജയിച്ചത് നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടായിരുന്നു. എന്നാൽ 2018 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വിജയിച്ചത് നെയ്ഫു റിയോയുടെ നാഷണൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി തന്നെയാണ്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിക്കുമ്പോൾ കേവലം 2 മാസം പ്രായമുള്ള നെയ്ഫു റിയോയുടെ NDPയെയും BJPയും സഖ്യം ചേർന്ന് മത്സരിച്ചു. നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു. ഒരു കാലത്ത് സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് കേവലം 20 സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന സാഹചര്യത്തിലെത്തി. തിരഞ്ഞെടുപ്പിന് ശേഷം 60 സീറ്റുകളിൽ 34 സീറ്റ് നേടി NDPയെയും BJPയുടെയും സഖ്യം അധികാരത്തിലേറി. നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടിന് നേടാനായത് 26 സീറ്റ്. കോൺഗ്രസ് മുൻപുണ്ടായിരുന്ന 8 സീറ്റുകളും നഷ്ടപ്പെടുത്തി 0 സീറ്റിലേക്ക് തകർന്നടിഞ്ഞു. നാഗാലാൻഡിൽ കാര്യപ്പെട്ട വ്യവസായങ്ങളില്ല, മൂലധനമില്ല. നാഗാലാൻഡിൻ്റെ സാമ്പത്തിക ഭദ്രത പ്രയാസകരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നാഗാലാൻഡിന് അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം നാഗാലാൻഡിൽ ശക്തമായി പ്രതിഫലിക്കുക തന്നെ ചെയ്യും. നിരവധി അപ്രതീക്ഷിത രാഷ്ട്രീയ വിജയങ്ങൾക്ക് നിരവധി തവണ സാക്ഷിയായിട്ടുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും അവിടെ ഏകപക്ഷീയമായി വിജയസാധ്യതയില്ല. നില മെച്ചപ്പെടുത്തി വേരുറപ്പിക്കാൻ കോൺഗ്രസും പഴയ പ്രതാപം
തിരിച്ചുപിടിക്കാൻ നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടും നിലവിലെ ഭരണം കൂടുതൽ ദൃഢമാക്കാൻ NDP-യെയും BJP-യും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നാഗാലാൻഡിലെ കേവലം ഒരു സീറ്റിലേക്ക് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി ഇലക്ഷൻ ഗേറ്റിൽ വീണ്ടും കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.